ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ. ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജന്മജ്ഞാനിനാമാദ്യനായുള്ളോരു ഞാൻ. വേദസംഹിതമായി മുൻപുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം. സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിറുതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥ ഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനപതി ഖേടാനാം പതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയെന്നനുഗ്രഹിക്കേണമകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേ. അഗ്രജൻ മമ സതാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥൻ അനേകാം ദേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും. മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാവിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നെ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ധാതാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീമഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയുമുപദേശിച്ചു രാമായണം. വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുക വണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിദധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം
മുക്തി സിദ്ധിക്കുമസന്നിഗ്ധമിജ്ജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ, ചൊല്ലിയിടുവനെത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. ധാത്രിഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം. ദുഗ്ധാബ്ധിമധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രിമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി. രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ. ശ്രീരാമചന്ദ്രായ നമഃ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദം എന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു. ഇവിടെ നാനാ ജഗത്ത് 14 ലോകമായിട്ടും ഇവിടെ ഇരിക്കുന്ന ആ വിരാട് സ്വരൂപനായിട്ടുള്ള അതാണ് നാനാ ജഗന്മയൻ. ഈ ജഗത്ത് തന്നെ ആ ഭഗവാനാണ്. അങ്ങനെയായിരിക്കുന്ന ആ ഭഗവാനും ആധാരം, ആ ഭഗവാന് ആധാരമായിട്ടിരിക്കുന്നത് വേദം എന്നാണല്ലോ എന്റെ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു. എന്റെ ഗുരുക്കന്മാർ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഇടയിലേക്ക് വന്ന എല്ലാ ജ്ഞാനികളായിട്ടുള്ള ഗുരുക്കന്മാരും നമ്മോട് പറഞ്ഞത് എല്ലാറ്റിന്റെയും ഉദ്ഭവം ആ ശബ്ദബ്രഹ്മത്തിൽ നിന്നാണ്, വേദത്തിൽ നിന്നാണ്. അപ്പൊ ആ വേദമാണ് എല്ലാറ്റിനും ആധാരം. അങ്ങനെയുള്ള അത്രയും പ്രാധാന്യമുള്ള വേദത്തിന് ആധാരഭൂതന്മാർ ഈ കാണായൊരു ഭൂദേവ പ്രവരന്മാർ. വേദത്തിന് ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവ പ്രവരന്മാർ. അപ്പൊ ആ വേദത്തിന്റെ മഹത്വം പറഞ്ഞു. അങ്ങനെയുള്ള ആ വേദം പഠിക്കാനും പഠിപ്പിക്കാനും അർഹതയുള്ള അതാണ് വേദത്തിന് ആധാരഭൂതന്മാർ. അതിനെ കൈകാര്യം ചെയ്യാൻ യോഗ്യരായിട്ടുള്ളവരാണ് ഈ ഭൂദേവ പ്രവരന്മാർ. ഭൂമിയിലെ ഈ ശ്രേഷ്ഠന്മാർ എന്നർത്ഥം. അവരെ ഭൂമിയിലെ ദേവന്മാരായിട്ട് കാണുന്നു. അപ്പം അതാണ് ആ ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവർ എന്നും അർത്ഥമെടുക്കാം. പക്ഷെ അങ്ങനെ എടുക്കുമ്പോഴും ആ ബ്രാഹ്മണ്യത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ഒരു ബ്രാഹ്മണനെ എന്ന് തന്നെ അർത്ഥമെടുക്കണം. അങ്ങനെയുള്ള ഒരാൾ മാത്രമേ ആ ബ്രഹ്മവിദ്യ നേടാൻ യോഗ്യത, ബ്രഹ്മവിദ്യക്ക് അർഹനാകുന്നുള്ളൂ, അത് നേടാൻ അർഹനാകുന്നുള്ളൂ. അങ്ങനെയുള്ള ആ ബ്രാഹ്മണന്മാർ അവരുടെ തദ്വര ശാപാദികൾ ഇങ്ങനെയുള്ള ഈ ബ്രാഹ്മണന്മാർക്ക് മറ്റുള്ളവർക്ക് വരം കൊടുക്കാനും അതേപോലെ അവരെ ശപിക്കാനും ഒക്കെയുള്ള ആ ഒരു യോഗ്യത, അല്ലെങ്കിൽ അവർ വരം കൊടുത്താൽ അത് ഫലിക്കും, അവർ ശപിച്ചാൽ അത് ഫലിക്കും. അങ്ങനെയുള്ള ആ ഒരു മാഹാത്മ്യം ഇത്തരത്തിലുള്ള ബ്രാഹ്മണന്മാർക്കുണ്ട്. അവരുടെ ഈ മാഹാത്മ്യത്തെ അവർ
അവരുടെ ആ ശാപാദികൾ, വരവും ശാപവും കൊടുക്കാം എന്നുള്ള അവരുടെ ആ കഴിവിനെയൊക്കെ ധാതൃ ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. അപ്പോ അവരെ, ഇത്തരത്തിലുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠരെ ധാതാവ് ബ്രഹ്മാവ്, ശങ്കരൻ ശിവൻ, വിഷ്ണു മഹാവിഷ്ണു, ഇവരൊക്കെ തന്നെ ഈ ബ്രാഹ്മണന്മാരുടെ ഈ യോഗ്യതയെയും അവരുടെ ആ ശ്രേഷ്ഠതയെയും ഒക്കെ മതം, അതിനെ മതിക്കുന്നവരാണ്, അതിനെ മാനിക്കുന്നവരാണ്. അപ്പൊ ത്രിമൂർത്തികളാലും മാനിക്കപ്പെടുന്നവരാണ് ഈ ബ്രാഹ്മണന്മാർ. ഇങ്ങനെയുള്ള ആ വേദജ്ഞ ഉത്തമന്മാർ, വേദജ്ഞോത്തമന്മാർ, വേദത്തെ അറിഞ്ഞ ആ ഉത്തമന്മാർ, ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആ ബ്രാഹ്മണന്മാരുടെ മാഹാത്മ്യങ്ങൾ ആർക്ക് ചൊല്ലാം? ആർക്ക് ചൊല്ലാൻ പറ്റും? കാരണം അത്രയും ശ്രേഷ്ഠരാണ്. അപ്പൊ അവരെക്കുറിച്ച് പറയാനൊന്നും നമുക്ക് അർഹതയില്ല. അതിനും വേണം ഒരു അർഹത. അതാണ് അവരുടെ മഹാത്മ്യങ്ങൾ ആർക്കാണ് ചൊല്ലാൻ പറ്റുക.